ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. യെസ് സാറാണ്. അപ്പോൾ ഓണം എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേഷൻസ് ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ആദ്യത്തെ കാര്യം, ഓണം എക്സാം ഉണ്ടാവുമോ എന്നുള്ളതാണ്. റെഡി, ഇതുവരെ നമുക്ക് എന്താ ഒഫീഷ്യലി ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കൺഫേം ആയിട്ട് പറയാം, നമുക്ക് ഓണം എക്സാം ഉണ്ടാകും. ഓണം എക്സാം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, ആ കാര്യം കൺഫേം ആണ്. റെഡി, അതായത് നമുക്ക് ഏകദേശം ഓഗസ്റ്റ് ഓക്കെ ഒരു ഓഗസ്റ്റ് 20 അല്ലെങ്കിൽ അതിൻ്റെ ഒരു 2 ദിവസം മുന്നോട്ടോ അല്ലെങ്കിൽ പിന്നോട്ടോ ഇതിലേതെങ്കിലും ഒരു ഡേറ്റിൽ നമുക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആ കാര്യം കൺഫേം ആണ്. പക്ഷെ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമുക്കിപ്പോഴും കൺഫേം ആകാത്ത ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ലാത്ത ഒരു അപ്ഡേഷനും കിട്ടിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഓണം എക്സാം പബ്ലിക് ആയിരിക്കുമോ അല്ലെങ്കിൽ സ്കൂൾ ലെവൽ ആയിരിക്കുമോ എന്നുള്ളത്. പബ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവരും നമുക്ക് ഒഫീഷ്യലി നടത്തുന്ന പോലെ അല്ലെ, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കുമോ അല്ലെങ്കിൽ സ്കൂൾ ലെവൽ ആയിരിക്കുമോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് കൺഫേം അല്ല. ഓക്കെ റെഡി, ആ കാര്യത്തിലാണ് നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളത്. പക്ഷേ ഈ ഒരു കാര്യം പബ്ലിക് ആണോ അല്ലെങ്കിൽ അല്ലാതെയാണോ എന്നുള്ളത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണോ? ഓക്കെ, ഡസ് ഇറ്റ് മാറ്റർ? നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങളെ മാറ്റർ ചെയ്യുന്ന കാര്യമാണോ? സാറോട് ചോദിച്ചാൽ സാറ് പറയും അല്ല, നിങ്ങളെ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. കാരണം എന്ത്? അതിനു മുൻപ് നിങ്ങൾക്കിപ്പോൾ എന്താണ് പബ്ലിക് എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് സ്കൂൾ ലെവൽ എക്സാമുകളാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഏത് എക്സാമിനുള്ള താല്പര്യം അതൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഏത് എക്സാമാണ് നല്ലത് എന്ന് ചോദിച്ചാൽ സാർ അതിനും പറയും നിങ്ങൾക്ക് നല്ലത് പബ്ലിക് എക്സാം തന്നെയാണ്. പബ്ലിക് എക്സാം തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ ആണ് സാർ നേരത്തെ ചോദിച്ചത്. ഇത് നിങ്ങളെ എഫക്ട് ചെയ്യുന്ന കാര്യമാണോ? പബ്ലിക് ആയാലും പ്രൈവറ്റ് സ്കൂൾ ലെവൽ ആയാലും നിങ്ങളെ എഫക്ട് ചെയ്യുന്ന കാര്യമാണോ? അതും നിങ്ങളെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. കാരണം ഇത് രണ്ടും നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ വരുന്ന കാര്യമാണ്, മറ്റൊന്നുമല്ല. ഓക്കെ, ഓണം എക്സാം ഉണ്ടെങ്കിലും ഓണം എക്സാം ഇല്ലെങ്കിലും, ഓണം എക്സാം പബ്ലിക്കായിട്ട് നടത്തിയാലും അല്ലെങ്കിൽ ഓണം എക്സാം പ്രൈവറ്റായി നടത്തിയാലും അതൊന്നും നിങ്ങൾ എഫക്ട് ചെയ്യേണ്ട കാര്യമല്ല. റെഡി, എക്സാം ഇല്ലെങ്കിൽ പോലും അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല. കാരണം എന്താ, നിങ്ങൾക്ക് ഒരു എക്സാം, ഓണം എക്സാം ആയാലും ക്രിസ്മസ് എക്സാം ആയാലും ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഏത് എക്സാം ഉണ്ടാവും? നമ്മളെ ആനുവലി അല്ലെങ്കിൽ പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഉണ്ടാവും. റെഡി, അതെന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. നമ്മൾ പഠിക്കുന്നത് ഓണം എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ക്രിസ്മസ് എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല, നമ്മൾ എന്താ നോക്കുന്നത്? നമ്മളെ പബ്ലിക് എക്സാം ആണ്. റെഡി, നമ്മളെ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക പബ്ലിക് എക്സാമിന്റെ മാർക്കാണ്. ഓക്കെ, അപ്പൊ ആ പബ്ലിക് എക്സാമിലേക്ക് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഓരോ ഇന്റർവെൽ അനുസരിച്ച് പക്ക തീർത്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെ തീർക്കേണ്ട ഒരു ടൈമാണ് ഏത്? ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു ഓണം എന്ന് പറയുന്ന ഈ ഒരു ടൈം. റെഡി, അവിടെ ആ ഒരു എക്സാം ഉണ്ടെങ്കിലും ആ ഒരു എക്സാം ഇല്ലെങ്കിലും ആ ഒരു എക്സാം പബ്ലിക് ആണെങ്കിലും ആ ഒരു എക്സാം സ്കൂൾ ലെവൽ ആണെങ്കിലും നിങ്ങൾ തീർക്കേണ്ടത് നിങ്ങൾ തീർത്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പഠിച്ച് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ തീർക്കേണ്ടത് ആ കാര്യങ്ങളാണ്. അത് നിങ്ങൾ പഠിച്ച് തീർക്കണം. അത് നിങ്ങൾ തീർത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യും. ഓണം എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും ഓണം എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കൂടിയാലും അതൊന്നും നമുക്ക് പബ്ലിക് എക്സാമിന് നമ്മുടെ റിസൾട്ടിൽ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ച് നല്ല രീതിക്ക് മാർക്ക് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് മാർക്ക് കൂടാൻ പോകുന്നില്ല. ഓക്കെ, അതാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട റിയാലിറ്റി. അതാണ് റിയാലിറ്റി. ഓക്കെ, സോ അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് പബ്ലിക് എക്സാം, പബ്ലിക് ആയാലും അല്ലെങ്കിൽ സ്കൂൾ ലെവൽ ആയാലും എല്ലാം നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യം, നിങ്ങൾക്ക് എക്സാം ഉണ്ടോ? ആ ഒരു എക്സാമിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്നത് മാത്രമാണ്. ഓക്കെ റെഡി, യെസ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കൊള്ളുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ചാപ്റ്ററുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇപ്പോഴാകുമ്പോഴേക്കും നിങ്ങൾ എത്ര കംപ്ലീറ്റ് ചെയ്തു, എത്ര പഠിക്കാൻ ഇനി നിങ്ങൾക്ക് ബാക്കിയുണ്ട്, നിങ്ങൾക്ക് എത്ര ബാക്ക്ലോഗുകളുണ്ട്. യെസ്, ചിന്തിക്കുക, അതിരുന്ന് പഠിക്കുക ഈ ഒരു ടൈമിൽ. റെഡി, നിങ്ങൾക്ക് അതിപ്പോൾ സ്കൂൾ ലെവൽ എക്സാം ആണെങ്കിലുള്ള മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സ്കൂൾ എത്ര തീർന്നു അതുവരെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സ്കൂൾ ലെവൽ എക്സാമുകളാണെങ്കിൽ എക്സാംസിൽ ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് ഇടുക. പക്ഷേ അങ്ങനെ ആവുന്നതിന് നല്ലത് പബ്ലിക് എക്സാം തന്നെ ആവുന്നതാണ്. കാരണം എന്താ, അവിടെ നമ്മൾ ഒഫീഷ്യലി ഈ ഒരു ടൈം ആകുമ്പോഴേക്കും തീരേണ്ട, അത് കറക്റ്റായി നടത്തും. റെഡി, അതുവരെ നിങ്ങൾ പഠിക്കുകയും വേണം. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോയിട്ട് എക്സാം ഒക്കെ എഴുതും. നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ടൈമിൽ തീരേണ്ട കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ താങ്കൾ തീരും. പക്ഷേ സ്കൂൾ ലെവൽ എന്ന് പറയുമ്പോൾ പല സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എത്രയാണോ അവിടെ തീർന്നിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും പോവുക.
പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഒഫീഷ്യലി നിങ്ങൾക്ക് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എത്ര തീരണം, ആ തീരേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർത്തിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്നത് മാത്രമാണ്. ഓക്കെ, സോ സ്കൂൾ ലെവലായാലും പബ്ലിക് എക്സാമുകളായാലും ഇനിയിപ്പോൾ ഓണം എക്സാം ഇല്ലെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ചിരിക്കണം, തീർത്തിരിക്കണം. ഓണം എക്സാം ആകുമ്പോഴേക്കും പക്കാ പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, റെഡി? യെസ്. പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താ ഒരു ഓണം എക്സാമിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന കാര്യമാണ്, അറിയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അത് കിട്ടും. ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാം വരെ നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടാവും. അത് നിങ്ങളറിയാതെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യും. നല്ല രീതിക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കാം. റെഡി? അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് പഠിക്കുക നല്ല രീതിയിൽ. നമ്മളെ ജ്വാല ബാച്ചിന്റെ ന്യൂ അപ്ഡേഷൻസ് മക്കൾക്ക് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ തിങ്കളാഴ്ച മുതൽ ഒരു പബ്ലിക് ലൈവ് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. ഇനി നമ്മൾ എക്സാം വരെ മുന്നോട്ട് പോകുന്നുണ്ടാവുക പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, ജ്വാല ബാച്ചിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഫുള്ള് റിവിഷനും അതും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സ്റ്റഡി ചാലഞ്ചുകൾ, സ്റ്റഡി പ്ലാനുകൾ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് തിങ്കളാഴ്ച 28 രാത്രി കൃത്യം 7 മണിക്ക് ലൈവിൽ വന്ന് പറയും. ഓക്കെ, യെസ്. അപ്പം ആ ഒരു ഇവന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്ന റൂട്ട് വേറെ ലെവലായിരിക്കും, സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് മക്കൾ ചെയ്യേണ്ട കാര്യം സാറ് മുൻപും പറഞ്ഞിട്ടുണ്ട്, തീർത്ത് വെക്കുക. പറ്റുന്ന അത്രയും കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓണം എക്സാമിന്റെ സിലബസുകൾ തീർത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ സ്വയം റിവൈസ് ചെയ്യുക. നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, റിവൈസ് ചെയ്യുക. യെസ്, തിങ്കളാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അതൊന്ന് ഹൈടെക് ലെവല് മാറ്റാൻ പോവുകയാണ്. പുതിയ എല്ലാ സെറ്റപ്പും ഉണ്ട് മകൾക്ക് വേണ്ടിയിട്ട്. റിവിഷൻ അതും ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതല്ലാതെ കംപ്ലീറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് കിട്ടും. എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറ് തിങ്കളാഴ്ച വരും കൃത്യം 7 മണിക്ക്. അപ്പോൾ അതിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ മക്കൾ എന്താക്കുക, ഓർത്ത് സെറ്റ് ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുന്ന ലെവലിൽ അടിപൊളിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. അതുവരെ ബൈ. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ റെഡി ആയിട്ട് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നിന്നോ, നമുക്ക് സെറ്റ് ആക്കണം. ഓക്കെ, ബൈ.